ഹായ്, നമ്മുടെ SSC GD പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ആൻസർ കീ ഒക്കെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, ചില ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഇനി എന്ത് ചെയ്യണം. ചില ആളുകൾക്ക് കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞവരുണ്ട്, കോൺഫിഡൻസ് ലെവൽ കൂടിയ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാനുള്ളത്, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ കുറേ പേര് അതിനകത്ത് കമന്റുകളായിട്ട്, സാർ ഇപ്രാവശ്യം എക്സാം കുറച്ച് ടഫ് ആയിരുന്നു, എനിക്ക് ഇത്ര അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു, കുറേ കമന്റുകൾ വന്നു. എനിക്ക് ഒരു കമന്റിന് പോലും എനിക്ക് റിപ്ലൈ തരാനായിട്ട് സാധിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദിശ അക്കാഡമിയുടെ GD സ്റ്റുഡൻസിനോട് എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒട്ടും ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എക്സാം നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് ഈ കാണുന്ന നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ദിശ അക്കാഡമി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് SSC GD സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയേറെ ആളുകളെ നിങ്ങൾ നോക്കൂ, ഇത്രയേറെ ആളുകളെ നമുക്കറിയാം. ലാസ്റ്റ് നമുക്ക് കേരള റാങ്ക് 1 ഉണ്ടായിരുന്നു ജിയോണയ്ക്ക്. അതേപോലെ തന്നെ ലാസ്റ്റ് വർഷങ്ങളിലായിട്ട് നിരവധി വിദ്യാർത്ഥികളെ നമുക്ക് സർവീസിലേക്ക് വിടാനായിട്ട് സാധിച്ചു. അവര് മാത്രമല്ല, അവരുടെ ഫാമിലീസ് വരെ ഇപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ കളയുക. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ഞങ്ങളെ ഓരോ വർഷവും ഈ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു തയ്യാറെടുപ്പാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞു, നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതി. എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ വന്നത്? ഒന്നാമത്തെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ വെണ്ടർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേണിൽ നിന്ന് നല്ല വ്യത്യാസം ഇപ്രാവശ്യത്തെ എക്സാമിനുണ്ടായി. അത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു എക്സാക്ട് കട്ട് ഓഫ് ഏകദേശമൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ആൻസർ കീക്ക് ശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളുടെ കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് പറയാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു എക്സാക്ട് കട്ട് ഓഫ്, ഏകദേശം വരാൻ ചാൻസ് ഉള്ള ഒരു കട്ട് ഓഫ് കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റിൽ നിന്ന് അനാലിസിസ് ചെയ്തതിന് ശേഷമുള്ളത് പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു വെണ്ടർ ചേഞ്ചോട് കൂടി ഒരു പാറ്റേൺ ചേഞ്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ ചേഞ്ചിനനുസരിച്ചിട്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. മക്കളെ, ഇപ്പൊ നമ്മൾ ഡൗൺ ആയി നിന്നാൽ ഈ 5 വർഷത്തെ പ്ലേലിസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? നിങ്ങൾ പറ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പ്രാവശ്യത്തെ എക്സാം നമുക്ക് പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഈ പ്രൂഫ് ഇവിടെ കാണിച്ചത്. ഇവർ ഇത്രയും പേര് ഇപ്പൊ സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർഷം നന്നായി എഴുതിയിട്ടുള്ളവർ ഈ വർഷം തന്നെ കയറും. അഥവാ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം പിടിക്കാം. ഓക്കെ, അടുത്ത വർഷം പിടിക്കാം. നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത രീതി വെച്ച് ചിലപ്പോൾ പറ്റി കാണത്തില്ല. ചിലപ്പോൾ എക്സാം നീട്ടി വെച്ചത് കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ടാവും. ഒരു ലാസ്റ്റ് 1 മന്ത് ഒരു ഗ്യാപ്പ് ഒക്കെ വന്നു, അന്നേരം ഒന്ന് ഡൗൺ ആയി പോയവരുണ്ടാവും. പല കാരണങ്ങളല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇനി വരുന്ന പരീക്ഷയ്ക്കെങ്കിലും ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഞാൻ അതിന് ഈ റിസൾട്ടുകൾ ഇതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ദിശ അക്കാഡമി ഓഫ്ലൈനിലും ഓൺലൈനിലും യൂട്യൂബിലുമായി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ ഇതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ആൾ എന്നോട് ഒരു കമന്റ് ഞാൻ കണ്ടത് ഇതാണ്: സാർ, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻസ് നല്ല പാടായിരുന്നു. റീസണിങ് ഒക്കെ ഞാൻ നല്ല കൺഫ്യൂസിംഗ് ആയിട്ടാണ് വന്നത്. സ്ഥിരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. റീസണിങ് ചെയ്തു തീരാൻ തന്നെ ഒരുപാട് സമയം പോയി. ടൈറ്റ് ആയി, മാത്സ് എങ്കിലും ഈസി ആകുമെന്ന് കരുതി. അങ്ങനെ ഉണ്ടായില്ല. GK ഇമ്പോർട്ടന്റ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ശരിയായിരിക്കാം. കാരണം ഈ പാറ്റേൺ ചേഞ്ച് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു പോയ രീതിയിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഗൗരവത്തിൽ പഠിക്കണം. ഇപ്പോ ഇനി നടത്തുന്ന വെണ്ടർ തന്നെയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചോ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പാറ്റേണിനകത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബേസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ പുതിയ മാറിയ പാറ്റേണിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ചില ആളുകളെങ്കിലും ഇതൊരു നിസാര പരീക്ഷയാണ് എന്ന് വിചാരിച്ചു പോയവരുണ്ട്. ചില ആളുകളെങ്കിലും വിചാരിച്ചു ഒരു 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 60 മാർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, GD എക്സാമിന്റെ റിട്ടൺ എക്സാം വളരെ സീരിയസ് ആയി കണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നല്ല ടഫായിരുന്നു. മാത്സ് 3 to 4 ടോപ്പിക്സ് മാത്രമാണ് ചോദിച്ചത്. GK നല്ല പാടായിരുന്നു.
അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? അത്യാവശ്യം ലെവലോട് കൂടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഡൗൺ ഒന്നും ആവണ്ട. പ്രിപ്പയർ ചെയ്യാൻ ഒരുക്കമാണോ എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. മോഡറേറ്റ് ടഫ്നെസ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് പേര് പറഞ്ഞു സമയം കിട്ടുന്നില്ല. മാത്സ് റീസണിങ് ടൈം കിട്ടണമെങ്കിൽ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കണം. ചില ആളുകളെങ്കിലും പെട്ടെന്ന് വന്നു തുടങ്ങിയവരുണ്ട്. പോരാ, നിങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്സും റീസണിങ്ങും കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ SSCയുടെ പല എക്സാമുകൾക്കും ടൈം സ്ലോട്ടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യം സമയത്തിനകത്ത് ചെയ്യണമെങ്കിൽ വളരെ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞത് വിട്ടേക്ക്. ഇവരോടൊക്കെ എനിക്ക് ഞാൻ 1-2 കമന്റുകൾക്ക് മറുപടി പറയുകയാണ് കേട്ടോ. സാർ കട്ട് ഓഫ് കുറയൂലേ? എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ചിരുന്നു. 57 ആണ് ടോട്ടൽ അറ്റംപ്റ്റ്. ഒരാൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കട്ട് ഓഫ് കുറയത്തില്ലേ, അദ്ദേഹം ഒരു 57 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ പ്രഡിക്ഷൻ ഇവിടെ നടത്താം. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ കേട്ടതിൽ നിന്ന് ബോയ്സിന് വരുന്ന ഒരു കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നോക്കണ്ട, ഇപ്രാവശ്യം ഒരു നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് 45-നും 55-നും ഇടയ്ക്ക് വരാനാണ് ചാൻസ് ബോയ്സിന്റെ കട്ട് ഓഫ്. ഇനി ഇത് താഴെയുള്ളവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നോർമലൈസേഷൻ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് മുകളിലേക്ക് വരും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം. അതിന്റെ ഒരു എക്സാക്ട് കട്ട് ഓഫ് ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ആൻസർ കീ ഔട്ട് ആയതിനു ശേഷം കൃത്യമായിട്ട് തരാം. ഇനി ഗേൾസിന്റെ കേസ് പറയുവാണെങ്കിൽ ഗേൾസിന് സാധാരണ വലിയ കട്ട് ഓഫ് ആണ് വരാറുള്ളത്. ഇപ്രാവശ്യം ഒരു 85 to 95 എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഏകദേശം പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കീ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോയുടെ താഴെ മക്കളെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നുകൂടി ക്രോസ് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോൾ ഇട്ടതിന് ശേഷം നിങ്ങളുടെ മാർക്കുകൾ കളക്ട് ചെയ്തതിന് ശേഷം ഒരു ക്ലിയർ കട്ട് ഓഫ് പറയാം. അപ്പോൾ ഏകദേശം ഇപ്രാവശ്യം കട്ട് ഓഫ് കുറയുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ചോദിച്ചതിന്റെ പുറത്ത് പറയുകയാണ് ഒരു 45 to 55, അതേപോലെ തന്നെ ഒരു 85 to 95 എന്ന രീതിയിലേക്കാണ് ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തി പറയുന്നത്. ഇനി എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ടഫ് ആയിരുന്നു. നോക്കൂ മക്കളെ, എല്ലാ ആളുകൾക്കും ടഫ് ആയിരുന്നു കേട്ടോ, നല്ല പാടായിരുന്നു. അപ്പോ വേക്കൻസി കൂടുവാണെങ്കിൽ ഇതിലും കട്ട് ഓഫ് കുറയാനാണ് ചാൻസ്. ഇവിടെ നിന്നും കട്ട് ഓഫ് വേക്കൻസി കൂടുവാണെങ്കിൽ ഇനിയും കുറയാനാണ് ചാൻസ്. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട, അതവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു ഇപ്രാവശ്യം അത്ര സീരിയസ് ആയി പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീരിയസ്ലി പ്രിപ്പയർ ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനകത്ത് ചില ആളുകളെങ്കിലും സാർ എനിക്ക് അത്രയും കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന രീതിയിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുക? കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി GD ഇത്രയും നാൾ എഴുതിയത് വെച്ച് ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു. ഒരാളുടെ കമന്റ് ആണ്, ഒരുപാട് പേര് അതിന് ലൈക്ക് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു, എക്സാം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. വളരെയധികം നിരാശയോടൊക്കെയാണ് ചില ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എടാ, ടെൻഷൻ വേണ്ട, നിനക്ക് എഴുതാൻ ഏജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി സീരിയസ്ലി അപ്രോച്ച് ചെയ്തോളുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആയതുപോലെ തന്നെ ഞങ്ങളും ഡിസപ്പോയിന്റഡ് ആയാൽ പിന്നെ ഈ സിസ്റ്റം ഉണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. അങ്ങനെ എല്ലാവരും അങ്ങ് ഡിസപ്പോയിന്റഡ് ആയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ? എടാ, വീഴുന്നിടത്തുനിന്ന് ചാടി എണീക്കണം, എണീറ്റിട്ട് ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ആ എനർജി ഉണ്ടെങ്കിൽ ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ദിശ അക്കാഡമി ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് SSC GDക്ക്. എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അക്കാഡമിയിൽ വന്ന് പഠിക്കുക. കൂടെ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, യാതൊരു തർക്കവും ഇല്ല. ഇനി അത് ഓൺലൈനിൽ ഒന്നും പഠിച്ച് പറ്റാത്തവർ ആ ഒരു ഓപ്ഷൻ എടുക്ക്. ഇനി അതല്ല, നിങ്ങൾ ദൂരെ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാം. ഞാൻ ആ ഒരു ബാച്ച് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ.
പുതിയൊരു ബാച്ച് SSC GDക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിൽ. ഇതൊരു നിങ്ങളുടെ അടുത്ത എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. അപ്പൊ സീരിയസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 7-8 മാസം, ഒരു വർഷത്തോളം പ്രിപ്പറേഷൻ വരുന്ന ബാച്ചാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ഏർലി ബേർഡ്സ് ഓഫർ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യം എടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 1 ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വെളിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തോണ്ടോ പഠിച്ചോണ്ടോ ഒക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ സൗകര്യത്തിൽ സീരിയസ് ആയിട്ട് വളരെ മുന്നേ പഠിക്കുക, വളരെ മുന്നേ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു സൗകര്യം ഞാൻ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ എന്തുണ്ടടാ, നമ്മുടെ ദിശയുടെ ഓഫ്ലൈൻ സെന്ററുകൾ 5 അടുത്തുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ സെന്ററുകളിൽ വിസിറ്റ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് 6 മാസം പഠിച്ച്, ഞാൻ പറയുന്നു 1 ഇയർ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നോട് പറ. വളരെ സീരിയസ് ആയിട്ട് ഞാൻ അത് എപ്പോഴും പറയുന്നു കേട്ടോ. 10 to 5 വെച്ച് അക്കാഡമിയിൽ ക്ലാസ് പോകുന്നതാണ്. 6 മാസം തുടർച്ചയായിട്ട് ക്ലാസ് ആണ്, എല്ലാ ദിവസവും ക്ലാസ് ആണ്. അത് ഗൗരവത്തിൽ പഠിച്ചിട്ട് എക്സാമിന് ഫോക്കസ് ആയിട്ട് ഒരു പ്രിപ്പറേഷനോട് നടത്തിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, എടാ അത്രയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും എന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റ വർഷം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഞാൻ ആദ്യം കാണിച്ച റിസൾട്ടുകൾ അതിന് കൃത്യമായ എക്സാമ്പിളുകളാണ്. ഞാൻ നേരിട്ട് പഠിപ്പിച്ച കുട്ടികളാണ്, ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി ഈ ഒരു ഓപ്ഷൻ മനസ്സിലാക്കി പഠിക്കണം. എത്രയോ വിദ്യാർത്ഥി, നിങ്ങൾ നമ്മുടെ റിസൾട്ടുകളുടെ ഒക്കെ താഴെ എത്രയോ വിദ്യാർത്ഥികൾ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, സാർ എനിക്ക് ദിശയിലൂടെ അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ എത്രയോ ആളുകൾ യൂട്യൂബ് ചാനൽ കണ്ടു പഠിച്ചു ജോലി മേടിച്ചു, അല്ലെങ്കിൽ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ജോലി മേടിച്ചു, ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമിയിലൂടെ ജോലി മേടിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളില്ലേ, നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഡിസപ്പോയിന്റഡ് ആവല്ലേ, ഒട്ടും ഡിസപ്പോയിന്റഡ് ആവല്ലേ. നമ്മളെ പല രീതിയിൽ കുത്തിത്തിരിക്കാൻ പല ആളുകൾ വരും, പല കൺഫ്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. ഇതെല്ലാം വിടുക. ഞാൻ ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് എക്സാം നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ മാർക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ആ മാർക്ക് ഒന്ന് നോക്കിയതിന് ശേഷം, ആൻസർ കീ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളുടെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ദിശയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ആശങ്കകൾക്കും ഡൗട്ടുകൾക്കും കൺഫ്യൂഷനുകൾക്കും ഉത്തരവുമായി തീർച്ചയായിട്ടും ഞാനുണ്ടാവും. യൂട്യൂബിലും നമ്മുടെ ഫ്രീ ക്ലാസ് സെക്ഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്രാവശ്യത്തെ പ്ലേലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് ലെങ്തി ടൈം ഉണ്ടായതുകൊണ്ടാണ് യൂട്യൂബിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാത്തത്. അതുകൊണ്ടാണ് ആപ്പിലും നമ്മുടെ ഓഫ്ലൈനിലും എല്ലാം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.